എന്നാൽ ഇന്നോ യാതൊരു ദൈവഭയവും ഇല്ലാതെ എല്ലാവരും പറയുന്നു ദൈവം എന്നോട് സംസാരിച്ചു, ദൈവം എന്നോട് സംസാരിച്ചു ഇല്ലേ? നമ്മൾ കേൾക്കാറില്ലേ? പല സഭകളിലും എല്ലാ ടൈപ്പ് മനുഷ്യരും എല്ലാ സഭകളും പറയുന്നു ദൈവം എന്നോട് സംസാരിച്ചു, എന്റെ റൂമിൽ ഇറങ്ങി വന്നു, എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, ഞാൻ മരുഭൂമിയിൽ ജോലിയിലായിരുന്നു, അത് ഗൾഫിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലിയിലായിരുന്നു, കർത്താവ് എന്നെ സന്ധിച്ചു, അന്ന് ഞാൻ ജോലി വിട്ടു, ജോലി ഉപേക്ഷിച്ചു, എന്നെ എത്ര ലക്ഷം ശമ്പളം ഉണ്ടായിരുന്നു അത് ഞാൻ ഉപേക്ഷിച്ചു, ബിസിനസ് ഉണ്ടായിരുന്നു, തോട്ടങ്ങൾ ഉണ്ടായിരുന്നു, വരുമാന മാർഗം ഉണ്ടായിരുന്നു, എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ കർത്താവിന് പിന്നാലെ വന്നു എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കും. ഇതാണ് ആദ്യത്തെ സംഭവം. ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതിന്റെ സംഭവമാണിത്. ലോകത്ത് എല്ലാവരും പറയാനുണ്ട് ദൈവം എന്നെ സന്ധിച്ചു, എന്റെ റൂമിൽ ഇറങ്ങി വന്നു, എന്നോട് പറഞ്ഞു ഞാൻ ജോലി വിട്ടു ഉപേക്ഷിച്ചു, ഞാൻ കർത്താവിന്റെ പിന്നാലെ പോയി. ഭോഷ്കാണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? വിളിച്ചവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, അവൻ അവസാനത്തോളം വഴി നടത്തും. പിന്നെയോ ഒരു വഴിയേ ഉള്ളൂ, ഒരു മാർഗമേ ഉള്ളൂ, ഒരു ജീവനേ ഉള്ളൂ. അപ്പൊ അതിൽ നിന്ന് വിരുദ്ധമായിട്ടാണ് ഈ ദൈവം വിളിച്ച മനുഷ്യർ എന്ന് പറയുന്ന പുരോഹിത വർഗം നിൽക്കുന്നതെങ്കിൽ വിചാരിക്കാം അവരാര് വിളിച്ചതാണ്? ദൈവമല്ല വിളിച്ചത്. അബ്രഹാമിനെ ദൈവം വിളിച്ചു, കുറച്ചൊക്കെ വഴിതെറ്റി, അവൻ വിശ്വസ്തയോടെ കാത്തിരുന്നു. തക്ക സമയത്ത് അവരോടൊപ്പം ആഡ് ചെയ്തതിനെല്ലാം കർത്താവ് തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റിവിട്ടു. എപ്പോഴാണോ മാറ്റിവിട്ടിട്ട് ദൈവം അവനെ കൊണ്ട് എന്തു ചെയ്യണമെന്ന് ആഗ്രഹിച്ചുവോ ആ ലെവലിൽ അവനായി വന്നപ്പോൾ കർത്താവ് ഇറങ്ങി വന്നു. ദൈവത്തിന്റെ പദ്ധതി അവനിലൂടെ തന്നെ നിറവേറ്റി. അങ്ങനെയെങ്കിൽ സ്വർഗസ്ഥനായ കർത്താവ് ഭൂമിയിൽ ഒരു മനുഷ്യ അവതാരം എടുത്ത് ശരീരം ഉഴവുചാലു പോലെ കീറി മുറിച്ച് ഇഞ്ചിഞ്ചായി മുറുക്കപ്പെട്ട് രക്തം വാർന്നൊലിച്ച് ഇത്രത്തോളം മരണഭീതിയിൽ ഒരു ക്രൂശ് മരണ അടക്ക പുനരുദ്ധാനം നിർവഹിച്ചിട്ട് ആ കർത്താവ് നാം അങ്ങനെ ചെയ്യാതിരിക്കാൻ, എന്നാൽ അതിന് ചെയ്യുന്നതിന് തുല്യമായി എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഒന്നാമത്തെ കൽപ്പന. നീ ഏതിൽ നിന്ന് വീണു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ആദ്യത്തെ പ്രവൃത്തി കർത്താവായ യേശുക്രിസ്തു നാമത്തിലെ സ്നാനമായിരുന്നു. അപ്പൊ ലോകത്ത് ദൈവം വിളിച്ചു, ബിസിനസ് ഉണ്ടായിരുന്നു, ലക്ഷങ്ങളുടെ വരുമാനം ഉണ്ടായിരുന്നു, എന്റെ വീട്ടുകാരെ വിട്ടു, ഭാര്യ വിട്ടു, ഭർത്താവിനെ വിട്ടു, ബന്ധുക്കളെ വിട്ടു, ഞാനിപ്പോ ക്രിസ്തുവിലാണ് എന്ന് പറയുന്ന വ്യക്തി ഈ സ്നാനമല്ല പഠിപ്പിക്കുന്നതെങ്കിൽ അവരുടെ ഉള്ളിലെ ആത്മാവ് അപ്പോസ്തലന്മാരുടെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവല്ല. അപ്പോൾ ലോത്ത് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. ലോത്തും പറയും ഞാൻ എന്റെ അപ്പനെ വിട്ടു, അമ്മയെ വിട്ടു, എന്റെ സ്വന്തം ദേശം വിട്ടു, ഞാനും പുറപ്പെട്ടു. ആടുമാടുകൾ ഉണ്ടായിരുന്നു, ബിസിനസ് ഒക്കെ വർദ്ധിച്ചു, ആടുമാട് എല്ലാം പെരുകി, എല്ലാ സ്വത്തുവകകളും എല്ലാം ഉണ്ടായി. എന്നിട്ടോ അവൻ അബ്രഹാമിന് ലഭിച്ചതിനേക്കാൾ നല്ല സ്ഥലം കിട്ടി. മനസ്സിലായോ? ഇന്നും ദൈവം വിളിച്ചു പുറത്തേക്ക് കൊണ്ടുവന്നവരാണെന്ന് പറയുന്നവർ നമുക്കുള്ളതിനേക്കാൾ ബ്ലെസ്സിങ്ങോടുകൂടെ ജീവിക്കുകയാണ്. കാണാനും കേൾക്കാനും അല്ലെങ്കിൽ ജീവിത സൗഭാഗ്യവും എല്ലാത്തോടും കൂടി ഇരിക്കുമ്പോൾ നമ്മളോ യേശു പറഞ്ഞ പോലെ അന്നന്ന് ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിപ്പിന് എന്ന വണ്ണം കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, അന്നന്നത്തെ മന്ന ഞങ്ങൾക്ക് തരണമേ, അത് തരാൻ ബാധ്യത. നോക്കൂ, ഞാനൊരു വ്യക്തിയെ ദത്തെടുത്താൽ ആ വ്യക്തിക്ക് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ഞാൻ കരുതിയിട്ടുണ്ടായിരിക്കണം. പിന്നെ ആ കുഞ്ഞ് കിടന്ന് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ആ ഡിപ്പെൻഡാണ്. എത്രത്തോളം ആശ്രയിക്കുന്നുവോ അത്രത്തോളം എനിക്കുള്ളതെല്ലാം നിനക്കുള്ളത്, നിനക്കുള്ളതെല്ലാം എനിക്കുള്ളത്. അങ്ങനെ തന്നെയാണ് കർത്താവ്. അപ്പോ കർത്താവ് വിളിച്ചു, ദൈവം എന്നോട് റൂമിൽ ഇറങ്ങി വന്നു. അതുപോലെ വചന വ്യാഖ്യാനങ്ങൾ ഇന്ന് എന്നോട് കർത്താവ് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടും ഒരിക്കലും ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ വചനവും വിശ്വാസവും ആയിട്ട് ടാലിയായി പോകുന്നില്ലെങ്കിൽ അവര് ലോത്തിനെ പോലെ കൂടിയവരാണ്. അവർക്ക് സന്തോഷം, സൗഭാഗ്യം കർത്താവിന്റെ നാമത്തിൽ അവർ കൊടുക്കുന്നു, സമ്പാദിക്കുന്നു. കർത്താവിനെ കടക്കാരനാക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അബ്രഹാമിന് കിട്ടിയതോ മൊട്ട കുന്ന. പക്ഷെ ആ കുന്ന് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാ? പാറ കൊണ്ട് ഉണ്ടാക്കിയ. ആ പാറ ക്രിസ്തുവായിരുന്നു. സമൃദ്ധി അവിടെയായിരുന്നു, നിലനിൽപ്പ് അവിടെയായിരുന്നു, ജീവൻ അവിടെയായിരുന്നു, നിത്യജീവൻ അവിടെയായിരുന്നു, രൂപാന്തരവും അവിടെയായിരുന്നു. അതുകൊണ്ട് കർത്താവ് നമ്മെ വിളിച്ചിട്ട് നമ്മോട് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇല്ലേ? നമ്മുടെ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ എല്ലാവരും ചോദിക്കുന്നത് എത്ര കാലമായി അങ്ങ് ദൂരെ ചർച്ചിൽ പോയിട്ട് ഒരു മൊട്ട കൊന്ന് നോക്കൂ, ഞങ്ങളുടെ ചർച്ച് നോക്കൂ.
ഇവിടെ വന്ന മൊട്ടക്കുന്നാണ്, പക്ഷെ നമ്മൾ ഉറപ്പുള്ള പാറമേലാണ് നിർത്തിയിരിക്കുന്നത്. ക്രിസ്തു എന്ന പാറമേൽ നങ്കൂരം ഇട്ടിരിക്കുകയാണ്. അത് ആടി ഉലയുന്നതല്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് കുടുംബക്കാർ എത്ര കാലമായി പോയിട്ട് ദൂരെ പോയിട്ട് എന്താണ് എന്ന് ചോദിക്കുമ്പോഴല്ല, അവരോ ഈ നാമത്തെ നമുക്ക് കാൽവരിയിലെ ക്രൂശിന്റെ വചനത്തിൽ ശത്രുക്കളാണ്. ബൈബിൾ പറഞ്ഞു ക്രൂശിന്റെ വചന ശത്രുക്കൾ, ഇടർച്ച ഉണ്ടാക്കുന്നവരും, നിന്ദിക്കപ്പെട്ടവരും, അറയ്ക്കപ്പെട്ടവരും, വെറുക്കപ്പെട്ടവരും. ആർക്ക്? ദൈവത്തിന് വെറുക്കപ്പെട്ടവരാ. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ കർത്താവേ യേശുവേ യേശു എന്ന് 24 മണിക്കൂർ വിളിച്ചിട്ട് ഈ നാമത്തിൽ സ്ഥാനം അവർക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയും? അപ്പോ ദൈവം വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ പെന്തക്കോസ്തും കത്തോലിക്ക മാർത്തോമയും സഭകൾ എങ്ങനെ ഒരേ ഒരു നാമമേ ഉള്ളൂ, അവരുടെ ഭർത്താവാണ് ഈ യേശു ക്രിസ്തു, രാജാവാണ്, എല്ലാമാണ്, സർവസ്വമാണ്. പക്ഷെ നാമവും കൊണ്ട് ഇങ്ങോട്ട് വരരുത്. സ്വർഗത്ത് പോകാൻ ഒരു വഴിയേ ഉള്ളൂ. ഈ നാമം എന്നിലൂടെ അല്ലാതെ പിതാവിന്റെ സന്നിധിയിൽ പോകാൻ ഒരു വഴിയുമില്ല. ആ നാമത്തിൽ തന്നെ ഇവരുടെ എല്ലാം ബോധ മനസ്സിനെ പിശാച് മന്ദമാക്കി. ആരെ ബോധ മനസ്സിനെ? അവിശ്വാസിയുടെ ഹൃദയമാണ് സാത്താൻ മന്ദമാക്കിയെന്ന് പച്ചക്കഴിച്ചിട്ടുണ്ട്. അപ്പൊ യേശുക്രിസ്തു നാമത്തിന് സ്നാനം വേണ്ട എന്ന് പറയുന്നുവെങ്കിൽ ഇവർ എതിർ ക്രിസ്തുക്കളാണ്. അപ്പൊ ദൈവം വിളിച്ചു എന്ന് പറയുന്നത് കർത്താവല്ല വിളിച്ചത്, ലോത്തിനെ പോലെ കൂടെ കൂടിയതാണ്. മിസ്രയീമിൽ നിന്ന്, ഇതിന്റെ രണ്ടാമത്തെ ഉദാഹരണമാണ്. മിസ്രയീമിൽ നിന്ന് ഫറവോനോട് മോശ മുഖാന്തരം അറിയിച്ചെന്താ? ആദ്യത്തെ വാക്ക് കേട്ട എന്ത് തോന്നും? എന്റെ ജനത്തെ, അതായത് ആരാധിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ വിടുക. അപ്പോ എന്റെ ജനത്തെ എന്ന് ദൈവം പറഞ്ഞു. പലതവണ ഫറവോനോട് നേരിട്ട് പറഞ്ഞു എന്റെ ജനത്തെ. അപ്പൊ അവിടെയുള്ള ഈ യഹൂദന്മാർ, അതായത് യാക്കോബിന്റെ മക്കൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ മക്കൾ മുഴുവനും ആരുടെ ജനം? ദൈവത്തിന്റെ ജനം എന്നല്ലേ അവർ വില കൽപ്പിക്കുന്നത്. അങ്ങനെ സ്വയം വില കൽപ്പിച്ചിട്ട് അവരെന്ത് ചെയ്തു? നിത്യജീവൻ പ്രാപിക്കാതെ മരിച്ചുപോയി. അപ്പൊ ദൈവം വിളിച്ചു വേർതിരിച്ച ദൈവത്തിന്റെ ജനമെന്ന് അവർക്ക് തന്നെ ഒരു വിലയിട്ട് തങ്ങളെ വിശ്വാസിയാക്കി ദൈവം വിളിച്ച മനുഷ്യന്റെ പുറകെ തന്നെ വന്നു. പക്ഷെ അവരെ നയിക്കാൻ അതിനകത്തുനിന്ന് മറ്റു 2 പേരുണ്ടായിരുന്നു, എംബ്രോസും എന്നോസും. ദൈവമാണ് വിളിച്ചത്, ദൈവത്തിന്റെയാണ് ജനമെങ്കിൽ അവരിവിടെ വരുമ്പോൾ മോശയെ തന്നെ കേൾക്കണമായിരുന്നു. ഇന്നും ദൈവം ഒരുവനെന്ന് വിശ്വസിക്കുന്ന ഈ കൂട്ടർ, ഒരു നാമമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഈ കൂട്ടർ, ഒരു സ്നാനമേ ഉള്ളൂ എന്നും ക്രൂശിലെ പീഡ അല്ലെങ്കിൽ യാഗമാണ് ആ പാപപരിഹാര മാർഗമെന്നും ഇതെല്ലാം വിശ്വസിച്ചിട്ടും ദൈവജനമെന്ന് പറഞ്ഞിട്ടും മോശ പറഞ്ഞത് കേൾക്കാത്തവരെ അന്ന് കൊന്നതുപോലെ ഇന്ന് പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ പറഞ്ഞത് കേൾക്കാത്തവനെ കൊന്നുകളയും. അവർക്കത് പത്രോസ് പറഞ്ഞതാണെങ്കിൽ ദൈവത്തിന്റെ ആടല്ല, എന്റെ ആടുകളാണ് എന്റെ ശബ്ദം തിരിച്ചറിയുന്നത്. പത്രോസിന്റെ ഉള്ളിൽ നിന്ന് സംസാരിച്ചത് ഇവർ പ്രതീക്ഷ വെച്ചിരിക്കുന്ന അതേ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. കാര്യം ആത്മാവ് ഒന്ന്, ആ ഒരു ആത്മാവാണ് 2ഉം 3ഉം തരത്തിൽ ഇടപെട്ടത്. അപ്പോ ഒരു കാര്യം സംഭവിക്കുമെന്ന് പറയുന്നത് പോലെ കർത്താവ് വിളിച്ചു എന്ന് എല്ലാവരും പറയുന്നു, എല്ലാവരും വിശ്വസിക്കുന്നു. പക്ഷെ മിസ്രയീമിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചവരെല്ലാം ദൈവത്തിന്റെ ജനമാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അവസാനം 2 പേരാണ് ദൈവത്തിന്റെ ജനം. മോശ ഉൾപ്പെടെ 3 പേരാണ് ദൈവത്തിന്റെ ജനം ഉണ്ടായിരുന്നത്. അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാമും കന്നുകാലി ആടുമാടുകളും എല്ലാ സൗഭാഗ്യവും കൂടെ കൂട്ടി. അവരും വിചാരിച്ചു, ലോത്തും വിചാരിച്ചു, ഞങ്ങളെല്ലാം ദൈവത്താൽ നയിക്കപ്പെടുന്നവർ, ഞങ്ങളെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പറിച്ചു നടപ്പെട്ടവർ, നമ്മളായിരുന്ന സഭയിൽ നിന്ന് ഇങ്ങോട്ട് പറിച്ചു നട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവജനമാകില്ല. അന്ന് ദൈവം തിരഞ്ഞെടുത്ത പുരുഷനെ കേട്ടാൽ മതി. ഇന്നോ ദൈവം തിരഞ്ഞെടുത്ത പുരുഷനിലൂടെ ദൈവത്തിന്റെ വചനം കേട്ടിട്ട് പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വരണം. എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. അപ്പൊ ദൈവത്തിന്റെ ആടാണെന്ന് നമുക്ക് ബോധ്യമാണെങ്കിൽ അത് കർത്താവിന് ആദ്യം ബോധ്യം വന്ന് ആ ആത്മാവിനാൽ സീൽ ചെയ്തിരിക്കണം. ഇല്ല എങ്കിൽ മോശയുടെ കാലം പോലെയും നോഹയുടെ കാലം പോലെയും യേശുവിന്റെയും പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെയും ന്യായാധിപന്മാരുടെയും കാലം പോലെ, ഇനി അപ്പോസ്തലന്മാരുടെ കാലം പോലെയും തന്നെ ഇപ്പോഴുമാകും. അതുകൊണ്ട് നമ്മൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണ് എങ്കിൽ ആ കാലത്ത് മോശയും നോഹയും പ്രവാചകന്മാരും ശരീരം നോക്കിക്കൊണ്ട് അകത്തിരുന്ന ദൈവത്തെ കാണാതെ തള്ളിക്കളഞ്ഞവരെ പോലെ ആകരുത്. ഇന്ന് വില്യം മാരിയം ബ്രൻഹാം എന്നൊരു ബോഡിയുടെ കർത്താവ് ഈ കാലത്തിന്റെ ക്രിസ്തുവാണ്. ഈ കാലത്ത് നമുക്ക് വേണ്ടി നിയമിക്കപ്പെട്ട ഒരേ ഒരു ക്രിസ്തുവാണ്, കർത്താവായ യേശു ക്രിസ്തു ഒഴികെ. ക്രിസ്തു മീൻസ് അഭിഷിക്തൻ.
ആ വ്യക്തിയിലൂടെയാണ് thus saith the Lord. അപ്പോൾ അത് നിങ്ങളെ ബ്രഹ്മാൻ പറഞ്ഞത് കൊണ്ട് വരാതെ സഹോദര എന്ന് പറയരുത്. നമ്മൾ അങ്ങനെ കാണുന്നുവെങ്കിൽ എംബ്രോസും എന്നോസും മോശയുടെ കൂടെ ഉണ്ടായിരുന്നത് പോലെ നമ്മളെ പിശാച് അല്ലെങ്കിൽ ബുദ്ധി വഴി നടത്തുന്നതായി പോകും. ഇവിടെയും ശരീരം അബലമാകണം, ജഡശരീരം കാണരുത്. ഇതുപോലെ സംസാരിക്കുകയും പ്രവചിക്കുകയും വചനത്തിന് വ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ച ഒരു ദേവദാസൻ ഇല്ലല്ലോ. പലരും സംസാരിക്കാൻ വരുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, ഈ കാലത്ത് നിങ്ങൾ പറയുന്ന ഇതുപോലെ വെളിപ്പാട് 11 നിറവേറി കഴിഞ്ഞു, മുദ്ര തുറന്നെന്ന് പറയുന്നത് ഒരു സഭ ഉണ്ട്. ഈ അടുത്ത സമയത്തോട് എന്നോട് സംസാരിച്ചു വാട്സപ്പിലൂടെ. പക്ഷെ അങ്ങനെയാണ് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ഒറ്റ ചോദ്യമുണ്ട്. വെളിപ്പാട് 11 നിറവേറി, മുദ്രകൾ തുറന്നു, അല്ലെങ്കിൽ കർത്താവ് വന്നു എന്ന് പറഞ്ഞാൽ തലയിൽ ആകാശവില്ല് ധരിച്ചും മേഘമുടുത്തും എന്നൊരു അടയാളമുണ്ട്. ആ ദൈവം ഉപയോഗിച്ച വ്യക്തി ആരായാലും പ്രവാചകനായിരിക്കും, അല്ലെ? പ്രവാചകൻ എന്ന് വെച്ച വാക്കെന്താണ്? ദൈവം സംസാരിക്കുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വായ്, ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ ആ ഒരു പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുള്ളൂ, പഴയ നിയമകാലം മുതൽ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവം തന്നെ പറഞ്ഞ ബൈബിളിലുള്ള അടയാളം 2 എണ്ണം ഉണ്ടാവണം. അതുണ്ടോ എന്ന് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. അതൊന്നും നോക്കണ്ട, വചനത്തിന്റെ വ്യാഖ്യാനം നോക്കിയാൽ മതി. അപ്പൊ വ്യാഖ്യാനം നോക്കിയാൽ ശരി. ഇനി വ്യാഖ്യാനം നോക്കിയാൽ ആദ്യം ഞാൻ അവരോട് ചോദിക്കണം, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. തീർന്നില്ലേ? അപ്പൊ ആ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നതിന്റെ നാമം എന്തെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആത്മാവിൽ പോലും അല്ല അവര്. ഞങ്ങളുടെ വചനം ഒരിക്കലും ഒന്നും മറ്റൊരിക്കലും ഇല്ല എന്നുമല്ല. അടുത്തോ, ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്ക് അത്രേ. ഈ നാമം, കർത്താവായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നാനം പറയുമ്പോൾ വേണ്ട എന്ന് പറയുന്നവർ നശിച്ചു പോകാനുള്ളവനാ. അപ്പോ ഇന്ന് എല്ലാവരും കർത്താവ് സംസാരിച്ചു, ദൈവം വിളിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമുക്ക് നോക്കാം അടയാളം, പാപമോചനം. ഏത് നാമത്തിൽ? അവിടെ അവർ വീണു പോകും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ്? ആത്മാവിനാൽ വഴി നടത്തപ്പെടുന്നവരല്ല. ആ ഒരു ആത്മാവല്ലേ ഉള്ളൂ, ഒരു സഭയല്ലേ ഉള്ളൂ, ഒരു ഉപദേശമല്ലേ ഉള്ളൂ. ആ ഉപദേശത്തിലല്ലല്ലോ നിലനിൽക്കുന്നത്. അവരോട് കുശലം പറയരുതെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ കുശലം പറയുന്നുണ്ട് വല്ല വിധേന ഈ സന്ദേശം ഒന്ന് അവരെ എത്തിക്കാനാണ്. സന്ദേശം മീൻസ് ദൈവത്തിന്റെ വർത്തമാനം, ഈ വചനം, ഈ കാലത്തിന്റെ വെളിപ്പാട് അവരിൽ എത്തിക്കണം. അതാണ്. ഓക്കെ.